ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അപ്പൂസിനെ കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ വീട്ടിൽ ആദ്യം പോയിട്ട് അവിടെ നിന്ന് നേരെ അപ്പൂസിൻ്റെ വണ്ടിയിൽ ടൗണിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പോകുമ്പോൾ അവളാണ് ഡ്രൈവ് ചെയ്തത്. നമ്മൾ ആദ്യം കയറിയത് ഹൈലൈറ്റ് മാളിലായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ ഇയാളും നല്ല ഉറക്കമായിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നല്ല ഉറക്കം തന്നെയായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ നടക്കാമെന്നാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അവളെ എറണാകുളത്താണ് സ്റ്റേ ചെയ്യുന്നത്. അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എറണാകുളത്തേക്കാണ്, നമ്മൾ തൃശ്ശൂരും. അപ്പോൾ അവൾക്ക് വയ്യാണ്ട് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ നമ്മളൊരു ഡ്രസ്സ് തപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് കയറിയത്. പിന്നെ നല്ല ഉച്ച നേരമാണ്, നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ലുലുവിൽ കയറി. അവിടെ നിന്ന് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ 2 മേടിച്ചു. ഒരു വലിയ പീസായിരുന്നു, അത് 2 മേടിച്ചു. ഞാൻ ആ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനും അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുന്നത്. അവനെന്താണ്, ഞാൻ അങ്ങനെ അവന് ചിക്കനൊന്നും കൊടുക്കാറില്ല. പക്ഷേ അവന് ഈ ചിക്കൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഈ ചിക്കന് എന്തോ ഒരു പ്രത്യേകത, നമ്മുടെ സാധാരണ ബ്രോസ്റ്റഡ് പോലെയല്ല, എന്തോ ഒരു പ്രത്യേകത. അതിൻ്റെ ആ മാവും അതൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നു. എനിക്കറിയില്ല അതങ്ങനെ തന്നെയാണോന്ന്. പക്ഷെ എന്തായാലും ഒരു നല്ലതല്ല എന്നൊരു ഫീലിംഗ് തോന്നി. പിന്നെ ഇതേ മയോണൈസും മേടിച്ചു, സോസും മേടിച്ചു. പിന്നെ അതുപോലെ മറ്റേ കുബൂസ് ഒരു പാക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലെ തുടക്കത്തിലേ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ ഈ അനുവിന് കൊടുത്തില്ല. ഒരു ഒരു പീസ് വെച്ചാൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അവന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ എക്സ്ട്രാ ഒരു വട്ടയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ ഫീഡിങ് റൂമിൽ കയറി കുറച്ച് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പാൽ കൊടുക്കുന്നതിനിടയിൽ അവനിരുന്ന് കളിക്കുമായിരുന്നു. അവൾ അപ്പുറത്തെ ചെയറിലിരുന്ന് ഫോണിലിരുന്ന് കളിക്കുമായിരുന്നു. നല്ല റെസ്റ്റിങ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്ലോറിലും നമുക്ക് ഫീഡിങ് റൂം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഉദ്ദേശിച്ച ടൈപ്പ് സാധനം അവിടെ നിന്ന് നമുക്ക് കിട്ടിയില്ല. നേരെ നമ്മൾ കല്യാൺ 99ലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ആ സാധനം ഉണ്ടായിരുന്നില്ല. എന്നാലും കൂടി നമ്മൾ ജെൻസിൻ്റെ കയ്യിലും കൂടി പോയി നോക്കി. അവിടെ നിന്നും കിട്ടിയില്ല. പക്ഷേ നമ്മൾ ജെൻസിൻ്റെ അവിടെ എത്തിയപ്പോഴായിരുന്നു അവിടുത്തെ ഒരു സ്റ്റാഫിന് ആഷിക്കിൻ്റെ സെയിം കട്ട് എന്ന് ചെറുതായിട്ടൊക്കെ ഒരു പോലെ ഒരു കട്ട് വന്നപ്പോൾ ഞാൻ അവനെ നോക്കി വിളിക്കുന്നു. അവൻ എടുക്കാണ്ടായപ്പോൾ ഭയങ്കര വിഷമം. അവനവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഓളിയും ബഹളമൊക്കെ ആയിരുന്നു. കയ്യിലേക്ക് ചാടാനൊക്കെ നോക്കായിരുന്നു. അത് കണ്ട് ഞങ്ങൾ ഭയങ്കര അധികം ചിരിച്ച് നിൽക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റുഡിയോയ്ക്ക് പോയി. സ്റ്റുഡിയോയിലുണ്ടാവുമെന്ന് വെച്ചിട്ട് സ്റ്റുഡിയോയിലേക്ക് പോയി നോക്കി. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ആ മോഡൽ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞു പോയെന്ന്. പിന്നെ ഇതേ അവന് എനിക്ക് നടക്കലും പരിപാടികളൊക്കെ ആയി. അവിടെ നിന്ന് നേരെ നമ്മൾ പാർക്കിലേക്കാണ് വന്നത്. പാർക്കിലെത്തിയപ്പോൾ ഇതേ യാനോനെ കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ ഇരുത്തി. കുറച്ച് നേരം യാനോനെ പാർക്കൊക്കെ കാണിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇങ്ങോട്ട് വന്നത്. ഊഞ്ഞാലിൽ ഇരുത്തിയപ്പോഴാണ് വിറ്റ്. അവൻ ഊഞ്ഞാലിൽ നിന്ന് ഇരുത്തിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ അവൻ അതിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ ഊഞ്ഞാലുണ്ടെങ്കിലും അവൻ ഇതുപോലെ അതിലിരിക്കില്ല. കാരണം ഇത് കുട്ടികളൊക്കെ കളിക്കുന്നതും ഒക്കെ കാണല്ലേ, അതിൻ്റെ ഭയങ്കര സന്തോഷം അവനുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. വീട്ടിൽ അധികം ഇരിക്കില്ലെങ്കിലും ഇവിടെ നല്ലപോലെ ഇരുന്നു. കാരണം കുട്ടികൾ ഒഴുകുന്നതും അതൊക്കെ കാണാണ്. പിന്നെ നമ്മൾ കളിയാക്കുന്നതും ഒക്കെ കാണാണ് അവൻ. പലപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഊഞ്ഞാൽ കിട്ടാറില്ല. ഫുള്ള് ബിസി ആയിരിക്കും ഈ ഊഞ്ഞാൽ. കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും വരാറ്. സൺഡേ ഒക്കെ ആകുമ്പോഴാണ് വരാറ്. അപ്പോൾ ഫുള്ള് തിരക്കായിരിക്കും. കുറേ കുട്ടികൾ ക്യൂ തന്നെ നിൽക്കുന്നുണ്ടാവും ഇതാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടാറില്ല. ഒരു വട്ടം കണ്ട് ആടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഊഞ്ഞാലിൽ. അത് മാത്രമല്ല, കുറേ നാളായി ഞങ്ങൾ ഇതുപോലെ കണ്ടിട്ട് ഇതുപോലെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് ഞങ്ങൾ ഇടയ്ക്ക്. പക്ഷെ അതൊന്നും നടക്കാറില്ല. പിന്നെ യാനോ ആയ പിന്നെ ഭയങ്കര തിരക്കായി. തിരക്കെന്ന് പറഞ്ഞാൽ യാനോനെ കൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഇതൊന്നും എനിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു തോന്നലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇതായിട്ടോ, ഞാനെന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് എപ്പോഴേക്കും പോകാൻ പറ്റുള്ള ഒരിതായി. പിന്നെ നമ്മളിത് ഈ പച്ചമാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പച്ചമാങ്ങ തിന്നുന്നത് നോക്കിയിരിക്കുക. ഇനിയാണ് ആ രംഗം. ദേ കണ്ടില്ലേ, ഈ വീഡിയോ കണ്ട് മനസ്സിലാവും. ദേ നമ്മൾ എത്ര എടുത്തിട്ടും അവൻ ബലം പിടിച്ചിരിക്കുക. എന്നിട്ട് ഒരു അളിഞ്ഞ ചിരിയും, ഭയങ്കര അളിഞ്ഞ ചിരി ചിരിച്ച് നമ്മളെ കളിയാക്കണ പോലെ അവൻ നോക്കിയിരിക്കുക. അവന് ഇത് കണ്ടില്ലേ, നല്ല ചിരിച്ചിരിക്കുക. നമ്മൾ എത്ര എടുക്കാൻ നോക്കിയിട്ട് അവൻ ബലം പിടിച്ചിരിക്കുക. എനിക്ക് പോലും പറ്റണില്ല. ലാസ്റ്റ് ദേ നമ്മൾ ആഷിക്ക് ദൈവം വരുന്നു പറഞ്ഞപ്പോഴാണ് അവനെ ആ ഊഞ്ഞാലിൽ നിന്ന് എടുക്കാൻ വേണ്ടി സമ്മതിപ്പിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതേ പുറത്തിറങ്ങിയിട്ട് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു കുലുക്കി സോഡയും കുടിച്ചു. അപ്പോൾ അവിടെ കുടിക്കാൻ നിൽക്കണ നേരത്ത് ഞാനും ഒരു പമ്പരം ചൂണ്ടി കാണിച്ചു. അത് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. അങ്ങനെ അവളത് മേടിച്ചു കൊടുത്തു കേട്ടോ അവന്.